ട്രൂ മീഡിയ കേരള ഇപ്പോൾ അയ്യൻകുന്ന് പഞ്ചായത്തിലെ എടപ്പുഴയിലേക്കുള്ള യാത്രാമതിയാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പെയ്ത പേമാരിയും ചുഴലിക്കാറ്റും എടപ്പുഴ മേഖലയിൽ വ്യാപകമായ കൃഷിനാശം വരുത്തിയിരിക്കുകയാണ്. വാഹനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം കേടുപാടുകൾ സംഭവിച്ചു. എടപ്പുഴയിൽ നിന്നും ബിജു പാരിക്കാപ്പള്ളി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ഇത് പ്രതീക്ഷിക്കാതെ കാറ്റും മഴയും വന്ന് തെങ്ങും കളഞ്ഞ് കുറച്ച് മരവും കളഞ്ഞ് കവുങ്ങും കളഞ്ഞ് എന്തോ ഭാഗ്യത്തിന് കാറിന് പോലെ വീണു ശകലം ജസ്റ്റ് രക്ഷപ്പെടുന്നു. നിങ്ങൾ ഈ സമയത്തെല്ലാം നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നോ? മകനും ഭാര്യയും ഉണ്ടായിരുന്നു വീട്ടിൽ, ഞാൻ കടയിലായിരുന്നു. ഇത് കാറിനെന്തെങ്കിലും കേടുപാട് സംഭവിച്ചോ? ചെറിയ തേങ്ങ അടിച്ചിട്ട് ചെറിയ കിളക്ക് വന്നത്. അല്ല, അപ്പുറത്തുള്ള മരങ്ങളൊക്കെ ചോട വരച്ചിട്ടിരിക്കുകയാണല്ലോ. എല്ലാം മറിഞ്ഞു കാറ്റിന്. അത് അത്ര ശക്തമായ കാറ്റാണ് വന്നത്. ഭയങ്കരമായിരുന്നു അല്ലേ? അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലാണ്. ചെറുത് എങ്ങോട്ട് മാറിയാൽ വീട് പോകുകയാണെങ്കിൽ കാർ പോകുമായിരുന്നു. ഇത് ഇവിടെ സ്ഥലം എവിടെയാണ്? ഇത് എടപ്പുഴ കിഴങ്ങാന വരുന്നത്. ഒരു 4:30 കൂടി ചെറിയ മഴയായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് വൻപം അതിശക്തമായ കാറ്റ് തുടങ്ങി. കാറ്റിന് ആൾക്കാരെല്ലാം കടയ്ക്കകത്തായിരുന്നുകൊണ്ട് മറ്റേ ആൾക്കാർക്കൊന്നും പറ്റിയില്ല. പക്ഷേ വണ്ടികൾ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് മുമ്പ് മഴയ്ക്ക് 2 വീടിൻ്റെ മുകളിൽ മരം വീണെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി കുറച്ച് എടുത്തുകൊണ്ട് പോയതുകൊണ്ട് എൻ്റെ വണ്ടി മാത്രം ഇവിടെ ഇരുന്നു. എൻ്റെ വണ്ടിയുടെ മുകളിലോട്ട് മരം അടിച്ച് വീണു. വണ്ടിക്ക് ഒരുപാട് പണിയായിട്ടുണ്ട്, വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ആൾക്കാർക്ക് ദൈവാനുഗ്രഹം കൊണ്ട് ആൾക്കാർക്കൊന്നും പറ്റിയില്ല. പിന്നെ ലേശം മാറിയായിരുന്നേ അപ്പുറത്തെല്ലാം ഓട്ടോയും കാറെല്ലാം കിടപ്പുണ്ടായിരുന്നു. അത്രയ്ക്ക് ഭയങ്കര കാറ്റായിരുന്നു. ഇങ്ങനെ കേടുള്ള തെങ്ങൊന്നുമല്ല, ഭയങ്കര വലിപ്പമുള്ള തെങ്ങായിരുന്നു, നല്ല കായ്ഫലമുള്ള തെങ്ങായിരുന്നു. അതിശക്തമായ കാറ്റായിരുന്നു. ഒരു ചുഴലി പോലെയാണ് എനിക്ക് തോന്നിയത്. വേറെ പല വീടിൻ്റെയും മുകളിലേക്ക് മരം വീഴുകയും അതിൻ്റെ ലൈൻ്റെ മുകളിൽ വീഴുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം വെട്ടി മാറ്റി കുറേ ആൾക്കാരെല്ലാം വന്ന്. ആർക്കും അപകടങ്ങളൊന്നും പറ്റിയില്ല. തെങ്ങ് വീണതിൽ കടയ്ക്ക് കാര്യമായിട്ട് കടയ്ക്ക് അവരുടെ ഷീറ്റെല്ലാം വളരെ വെന്തായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ അർത്ഥമായിരുന്നു, കമ്പിയെല്ലാം തുടത്തില്ലായിരുന്നു. ഭയങ്കര ഇതായി. പിന്നെ KSB വിളിച്ച് കറണ്ട് ഓഫ് ആക്കിച്ചിട്ടാണ് ഇതെല്ലാം വെട്ടി മാറ്റിയത്. ഈ സമീപത്ത് തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ അല്ലേ? ഓട്ടോ സ്റ്റാൻഡിൽ അവിടെ 3 വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തൊരു കാറ് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എല്ലാം ഇടയ്ക്ക് കൂടെ വീണു. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. വണ്ടി ഭയങ്കരമായിട്ട് വലിയ പണിയായിട്ടുണ്ട്. വേറെ ആളുകൾക്കാർക്കും പരിക്കൊന്നുമില്ല. ആളുകൾക്കൊന്നും പരിക്കില്ല. നെല്ലടയ കൊണ്ടാണ് മാറിപ്പോയത്. 1 മീറ്റർ മാറിയായിരുന്നെങ്കിൽ ഭയങ്കര അപകടം ഉണ്ടായേനെ. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, EY and UX ഡിസൈനിങ്, വൈബ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിങ്, AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ. ന്യൂ ബസ് സ്റ്റാൻഡ്, ഇരിട്ടി. കോൺടാക്ട് 7559 922 299.